ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 24-ാം അധ്യായത്തില് യേശു എമ്മാവൂസ് ശിഷ്യന്മാരെ ശാസിക്കുന്ന ഒരു വചനം കൊടുത്തിട്ടുണ്ട്. 25-ാം തിരുവചനം: ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് അവരോട് പറയുന്നത്. നാം കാരമസോവ് സഹോദരന്മാർ കുറ്റവും ശിക്ഷയും തുടങ്ങിയ പ്രസിദ്ധ കൃതികൾ എഴുതിയ ഡോസ്റ്റോവിസ്കിയെ കുറിച്ച് ഓർത്തു നോക്കാം. അദ്ദേഹം 19-ാം നൂറ്റാണ്ടില് റഷ്യൻ ജനത്തെ വിമർശിച്ചു എന്ന കാരണത്താൽ റഷ്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് നാടുകടത്തി. പോകുന്നതിന് മുമ്പ് ഒരു വൃദ്ധ ഒരു പൊതി സമ്മാനിച്ചു. അതെന്തെന്ന് പോലും തുറന്നു നോക്കാതെ അലക്ഷ്യമായി അത് ബാഗിൽ നിക്ഷേപിച്ചു. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം അദ്ദേഹം അതൊന്ന് തുറന്നു നോക്കി. അതൊരു ബൈബിളായിരുന്നു. അത് വായിക്കും തോറും ഒരു പുതു ചൈതന്യം അദ്ദേഹത്തിൽ നിറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്തു സാക്ഷിയായി മാറുകയായിരുന്നു. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിർദ്ദേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യാൻ പര്യാപ്തനാവുകയും ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിൽ ആരെങ്കിലും പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം അവരെ ഉണർത്തട്ടെ. ഇതൊരു ഉണർത്ത് പാട്ടായി മാറട്ടെ. വിശുദ്ധ ലിഖിതം വഴി കൂടുതൽ കൂടുതൽ കൃപകൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയട്ടെ. ആമേൻ.